നാട്ടിലും മറുനാട്ടിലുമായി ഈ ദിവസങ്ങളിൽ ട്രെൻഡിംഗ് ആയ ഒരുപിടി വിശേഷങ്ങളുമായി 24news.comന്റെ ഈ ലോകം ഈ ആഴ്ച എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മിസൈലുകളും വെടിക്കോപ്പുകളും മാത്രം കേട്ട് ശീലിച്ച പലസ്തീനിൽ നിന്ന് രാജ്യത്തിന് അഭിമാനമായി നദീൻ അയൂബ്. ചരിത്രത്തിലാദ്യമായി വിശ്വസുന്ദരി മത്സരത്തിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ ഒരുങ്ങുകയാണ് നദീൻ. വിശദവിവരങ്ങളുമായി സ്വപ്ന സുജിത് ചേരും. 74ാമത് മിസ് യൂണിവേഴ്സ് വേദിയിൽ പലസ്തീനെ പ്രതിനിധീകരിച്ച് ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് 27 വയസ്സുകാരിയായ നദീൻ അയൂബ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പലസ്തീൻ പ്രതിനിധി ഈ ലോകവേദിയിലേക്ക് എത്തുന്നത്. തായ്ലാന്റിൽ നവംബർ 21 നടക്കുന്ന മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ തന്റെ രാജ്യത്തിന്റെ പോരാട്ട വീര്യവും സ്വപ്നങ്ങളും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ നദീൻ തയ്യാറെടുക്കുകയാണ്. പലസ്തീൻ ജനതയുടെ അതിജീവനത്തിന്റെയും സ്വതന്ത്ര രാഷ്ട്രമെന്ന സ്വപ്നത്തിന്റെയും പ്രതീകമാണ് നദീൻ. സൗന്ദര്യ മത്സര രംഗത്ത് നദീൻ അയൂബ് പരിചയ സമ്പന്നയാണ്. 2022 അവർ മിസ് പലസ്തീനായി തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് മിസ് എർത്ത് മത്സരത്തിൽ പങ്കെടുത്ത് മിസ് എർത്ത് വാട്ടർ എന്ന കിരീടം നേടിക്കൊണ്ട് ഒരു പ്രധാന അന്താരാഷ്ട്ര സൗന്ദര്യ മത്സരത്തിൽ കിരീടം നേടുന്ന ആദ്യത്തെ പലസ്തീൻ വനിതയായി മാറി. നിലവിൽ ദുബായിലും വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിലുമായി താമസിക്കുന്നു. ഒരു സൈക്കോളജി വിദ്യാർത്ഥി കൂടിയായ ഇവർ സ്ത്രീകളെയും യുവജനങ്ങളെയും സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ദുബായിൽ ഒലീവ് ഗ്രീൻ അക്കാദമി എന്ന സ്ഥാപനം ആരംഭിച്ചു. പലസ്തീനിലെ സ്ത്രീകളുടെ കഴിവുകൾ വളർത്താനും അവരെ പിന്തുണയ്ക്കാനും നദീൻ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ വർഷത്തെ മിസ് യൂണിവേഴ്സ് മത്സരത്തെ ശ്രദ്ധേയമാക്കുന്നത് നദീൻ അയൂബിന്റെ പ്രധാന എതിരാളി ഇസ്രയേൽ പ്രതിനിധിയായ മെലാനി ഷിറാസ് ആണെന്നതാണ്. 26-കാരിയായ മെലാനി നിലവിൽ കാലിഫോർണിയയിലാണ് താമസം. ഇസ്രയേൽ യഹൂദ സമൂഹത്തിന്റെ അഭിമാനവും സ്ത്രീ ശാക്തീകരണവുമാണ് തന്റെ ലക്ഷ്യങ്ങളായി അവർ മുന്നോട്ട് വയ്ക്കുന്നത്. മിസ് യൂണിവേഴ്സ് മത്സരങ്ങളിൽ മുൻപ് പലതവണ ഇസ്രയേൽ പങ്കെടുക്കുകയും ഒരു തവണ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. നദീന്റെയും മെലാനിയുടെയും ഈ മത്സരം കേവലം ഒരു സൗന്ദര്യ മത്സരം എന്നതിലുപരി രാഷ്ട്രീയമായി പ്രാധാന്യമുള്ള ഒരു പോരാട്ടം കൂടിയാണ്. ലോകമെമ്പാടും പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാനുള്ള നീക്കങ്ങൾ ശക്തിപ്പെടുമ്പോൾ ഇസ്രയേൽ അതിനെ ശക്തമായി എതിർക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ മത്സരം ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള നിലവിലെ സംഘർഷങ്ങളുടെ ഒരു പ്രതിഫലനമായി മാറുന്നു. രണ്ട് രാജ്യങ്ങൾക്കും തങ്ങളുടെ സംസ്കാരവും സ്വത്വവും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു വേദി കൂടിയാണിത്. ഈ മത്സരം സൗന്ദര്യ കിരീടത്തിനു വേണ്ടിയുള്ള ഒരു പോരാട്ടം മാത്രമല്ല, രണ്ട് ജനതകളുടെ നിലപാടുകളുടെയും സ്വപ്നങ്ങളുടെയും പ്രതിഫലനം കൂടിയാണ്. നിലവിലെ സാഹചര്യത്തിൽ മിസ് യൂണിവേഴ്സ് വേദിയിൽ നദീൻ അയൂബിന്റെയും മെലാനി ഷിറാസിന്റെയും പ്രതികരണങ്ങൾ എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. അങ്ങനെ അതും സംഭവിച്ചു കഴിഞ്ഞു. പൂക്കികളെയും സ്കിബിഡികളെയും ഒക്കെ ലോകം ഔദ്യോഗികമായി അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ഈ വാക്കുകളൊന്നും വാമൊഴി മാത്രമായിരിക്കില്ല. കഴിഞ്ഞ ദിവസം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഈ ജെൻസി, ജെൻ ആൽഫ വാക്കുകളെയൊക്കെ ഡിക്ഷണറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവ ഏതൊക്കെയാണ്, എന്തൊക്കെയാണെന്നതൊക്കെ ശ്രുതി ഇവാൻ പറയും. ഒരു ഈഗോ ഒന്നും കാട്ടാത്ത, നമുക്കിഷ്ടമുള്ള ആളുകളോട് സ്നേഹത്തോടെ കുറച്ച് ക്യൂട്ടായി പെരുമാറുന്ന പൂക്കികളെയും കൂൾ ആറ്റിറ്റ്യൂഡ് ഇടുന്ന സ്കിബിഡികളെയും ആദ്യമൊക്കെ പലരും ചെറിയ പരിഹാസത്തോടെയാണ് കണ്ടിരുന്നത്. എന്നാൽ ഇനിയും ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ ഡിക്ഷണറി നോക്കി പഠിക്കുന്നതാവും നല്ലത്. കാരണം ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നവർക്ക് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത് തയ്യാറാക്കുന്ന കേംബ്രിഡ്ജ് ഡിക്ഷണറിയിലേക്ക് ഈ വാക്കുകളെ അവർ ഉൾപ്പെടുത്തി കഴിഞ്ഞു. എത്ര കാലം കഴിഞ്ഞാലും നിലനിൽക്കുമെന്ന് ഉറപ്പുള്ള വേർഡ്സ് മാത്രമേ ഇവർ പഠനവിധേയമാക്കി ഡിക്ഷണറിയിൽ ചേർക്കാറുള്ളൂ. എല്ലാ വർഷവും പുതിയ വാക്കുകളെ ചേർക്കുന്ന ഈ രീതി നടക്കാറുണ്ട്. പക്ഷേ ഇന്റർനെറ്റ് സംസ്കാരം വളർത്തിക്കൊണ്ടുവന്ന സ്കിബിഡി, ഡെലുലു, ട്രെഡ് വൈഫ് തുടങ്ങിയ 6000-ഓളം ന്യൂജൻ വേർഡുകളാണ് ഇപ്പോൾ ഡിക്ഷണറിയിലേക്ക് ആഡ് ആയിരിക്കുന്നത്. ഇതിൽ സ്കിബിഡി എന്നത് സ്കിബിഡി ടോയ്ലറ്റ് എന്ന ഒരു തുർക്കി ആനിമേറ്റഡ് വെബ് സീരീസിന്റെ പേരിൽ നിന്നും ഉത്ഭവിച്ചതാണ്. പിന്നീട് ഡാഫുക് ബൂം എന്ന യൂട്യൂബ് ചാനൽ സ്കിബിഡി ടോയ്ലറ്റ് സീരീസിന്റെ പല എപ്പിസോഡ് ഇറക്കി ഇത് ട്രെൻഡാക്കിയെടുത്തു. മനുഷ്യ തലവച്ച ടോയ്ലറ്റുകളും ഇലക്ട്രോണിക്സും തമ്മിൽ നടത്തുന്ന യുദ്ധമാണ് ഈ സീരീസിൽ കാട്ടുന്നത്. അതിൽ ടോയ്ലറ്റുകളെയാണ് സ്കിബിഡി എന്ന് പറയുന്നത്. വളരെ വിയേർഡായി തോന്നിക്കുന്ന മെഷിനിമ അഥവാ മെഷീൻ സിനിമ വെബ് സീരീസ് ആയിരുന്നു ഇത്. മില്യൺ വ്യൂസ് ആണ് ഇതിന്റെ ഓരോ എപ്പിസോഡിനുള്ളത്. പക്ഷേ ഇതിലെ സ്കിബിഡി എന്ന വാക്കിന് വൻ സ്വീകാര്യത കിട്ടി. കേംബ്രിഡ്ജ് ഡിക്ഷണറിയിൽ ഇപ്പോൾ ഇതിന്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് ബാഡ്, കൂൾ എന്നൊക്കെയാണ്. സാഹചര്യം അനുസരിച്ച് അർത്ഥം വ്യത്യാസപ്പെടുത്താം. മറ്റൊന്ന് ഡെലൂലു ആണ്. ഡെലൂഷൻ എന്ന വാക്കിന്റെ ഷോർട്ട് ഫോം ആണിത്. തെറ്റിദ്ധാരണ അല്ലെങ്കിൽ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത വ്യക്തിപരമായ വിശ്വാസങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ട്രാഡ് വൈഫ് ആണ് അടുത്ത വാക്ക്.
വീട്ടുജോലിയും ചെയ്ത് ഭർത്താവിനെയും കുട്ടികളെയും പരിചരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ പരമ്പരാഗത ഭാര്യ സങ്കല്പങ്ങളെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ട്രഡീഷണൽ വൈഫ് എന്നതിന്റെ ചുരുക്കപ്പേര്. എന്തായാലും ഇംഗ്ലീഷ് ഭാഷയെ പോലും പുനർനിർമ്മിക്കാൻ കഴിയുന്ന ഇന്റർനെറ്റിന്റെ സ്വാധീനം എത്ര വലുതാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ് ഇവിടെ. വളരെ വേഗം കുറച്ച് സിനിമാ വിശേഷങ്ങളിലേക്കാണ്. ജാൻവി കപൂറും സിദ്ധാർത്ഥ് മൽഹോത്രയും പ്രധാന വേഷങ്ങളിലെത്തുന്ന പരം സുന്ദരിയുടെ ട്രെയിലർ പുറത്തു വന്നു കഴിഞ്ഞു. അതിനുശേഷം സോഷ്യൽ മീഡിയ ഒന്നാകെ ട്രോളുകളുടെ പെരുമഴയാണ് എന്നതാണ് കേട്ടത്. സ്വന്തം പേര് പോലും മര്യാദക്ക് പറയാനറിയാത്ത മലയാളിയാണോ എന്നതാണ് ചോദ്യം. കൂടുതൽ വിവരങ്ങൾ അമൽ ശശികുമാർ പറയും. തേക്കപ്പെട്ട സുന്ദരി ദാമോദരൻ പിള്ളയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്. പേര് കേട്ട് ഞെട്ടണ്ട, തെക്കേപ്പാട്ട് സുന്ദരി ദാമോദരൻ പിള്ളയാണ് കവി ഉദ്ദേശിച്ചത്. സിദ്ധാർത്ഥ് മൽഹോത്ര, ജാൻവി കപൂർ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന പരം സുന്ദരി എന്ന ബോളിവുഡ് ചിത്രത്തിന്റെ ട്രെയിലർ റിലീസായത് ട്രോളന്മാർക്ക് ഒരു ചാകരയും കൊണ്ടാണ്. തുഷാർ ജലോത്ത സംവിധാനം ചെയ്യുന്ന പരം സുന്ദരി പറയുന്നത് നോർത്ത് ഇന്ത്യൻ നായകനും ഒരു മലയാളി പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയകഥയാണെന്ന് ട്രെയിലർ സൂചിപ്പിക്കുന്നുണ്ട്. ചിത്രത്തിൽ ജാൻവി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേരാണത്രേ തെക്കേപ്പാട്ട് സുന്ദരി ദാമോദരൻ പിള്ള. സ്വന്തം പേര് പോലും മര്യാദയ്ക്ക് പറയാൻ അറിയാത്ത മലയാളി പെൺകുട്ടിയാണോ നായികയെന്നാണ് മലയാളികൾ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. തേക്കപ്പെട്ട സുന്ദരി എന്ന പേര് തേക്കിൻപട്ട സുന്ദരി എന്നും മേക്കപ്പെട്ട സുന്ദരി എന്നും നെറ്റിപ്പട്ടം സുന്ദരി എന്നും എല്ലാം തെറ്റിദ്ധരിച്ച് കേട്ടവർ പോലുമുണ്ട്. ഒരു ശാലിനി ഉണ്ണികൃഷ്ണൻ ഉണ്ടാക്കി വെച്ച ക്ഷീണം ഒന്ന് മാറി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ദേശീയ അവാർഡും കൊടുത്ത് ആദരിച്ചു കണ്ടത് ഞെട്ടിയിരിക്കുമ്പോഴാണ് തേക്കപ്പെട്ട സുന്ദരിയുടെ വരവ്. തേക്കപ്പെട്ട പോട്ടേന്ന് വെക്കാം. ഈ സുന്ദരി എന്ന പേരൊക്കെ ഇന്നത്തെ കാലത്ത് പൂച്ചയ്ക്കും നായയ്ക്കും ഓട്ടോയ്ക്കുമൊക്കെ മലയാളികൾ നൽകാറുള്ളൂ എന്ന് വരെ ട്രോളുകൾ നീളുന്നു. ബോളിവുഡ് സിനിമകളിൽ സൗത്ത് ഇന്ത്യൻ കഥാപാത്രങ്ങളെ കാണിക്കുമ്പോൾ ഈ മുല്ലപ്പൂവും കഥകളിയും കളരിയും ഭരതനാട്യവും ഒക്കെ തനിയെ കയറി വരുന്നത് പതിവാണ്. എന്നാൽ ഇങ്ങനെയുണ്ടോ ഒരു സ്റ്റീരിയോ ടൈപ്പ്? കേരളം മുഴുവൻ ആലപ്പുഴ പോലെയാണ് കാണാനെന്നും ഇവിടുത്തെ സ്ത്രീകൾ എപ്പോഴും മുല്ലപ്പൂ ചൂടിയാണ് നടക്കുന്നത് എന്നുമൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ ഊട്ടി ഉറപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അതും സോഷ്യൽ മീഡിയ അതിന്റെ പീക്കിൽ എത്തി നിൽക്കുന്ന ഈ കാലത്ത് അയൽ സംസ്ഥാനത്തുള്ള സംസ്കാരവും ഭാഷയും അല്പം വൃത്തിയായി ആവിഷ്കരിക്കാൻ 2025-ലും ബോളിവുഡിന് കഴിയുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. മലയാളിയായി അഭിനയിക്കാൻ ഒരു മലയാള നടിയെ കാസ്റ്റ് ചെയ്യുന്നില്ല എന്നത് പോട്ടെ, ആ ഭാഷ നന്നായി ഉച്ചരിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളെ വെച്ച് ഡബ്ബ് ചെയ്യാനോ പോലുമുള്ള ആത്മാർത്ഥത ബോളിവുഡിന് ഇല്ല എന്ന് വീണ്ടും തെളിയിക്കുകയാണ് പരം സുന്ദരി. ഇപ്പൊ കേരളമാണ് സ്ഥിരം ബലിയാടെങ്കിലും അന്ന് ചെന്നൈ എക്സ്പ്രസിലൂടെ ഇതേ ഫോർമാറ്റിൽ ഞങ്ങൾക്കും പണി കിട്ടിയിട്ടുണ്ടെന്നാണ് വിഷയത്തിൽ തമിഴ് സുഹൃത്തുക്കൾ പ്രതികരിക്കുന്നത്. എന്നാൽ ഈ കാര്യത്തിൽ അണ്ണന്മാർ മോശമാണോ? അല്ലേ അല്ല. അമരനിലെ ഇന്ദു റെബേക്ക വർഗീസിന്റെ അസഹനീയമായ ചേട്ടാ ചേട്ടാ വിളിയും അനിരുദ്ധിന്റെ മനസ്സിലായോ ഗാനത്തിലെ തിരിച്ചു വന്നില്ലേ തെറിക്ക് വിടാൻ വന്നില്ലേ ഒക്കെ നമ്മൾ സഹിച്ചത് കഴിഞ്ഞ കൊല്ലമാണെന്ന് ഓർക്കണം. അണ്ണന്മാർക്ക് പറ്റുന്നില്ല, പിന്നെ ഭായിമാരുടെ കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം? ശുഭ്മാൻ ഗില്ലിനെ ഉൾപ്പെടുത്താനുള്ള സമ്മർദ്ദങ്ങൾക്കിടയിലും സഞ്ജു സാംസനെ കൈവിടാതെ ടീം ഇന്ത്യ. ഏഷ്യ കപ്പിനുള്ള 15-അംഗ ടീം പ്രഖ്യാപിച്ചപ്പോൾ 1ാം വിക്കറ്റ് കീപ്പറായാണ് മലയാളി താരം ഇടം പിടിച്ചത്. ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്കാണ് ഗില്ലിന്റെ വരവ്. ബുംറയുടെ തിരിച്ചുവരവും ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട്. ഏഷ്യ കപ്പ് വിശേഷങ്ങളുമായി മെറിൻ കെ ബിജുജി. ഇന്ത്യൻ ടീമിൽ കയറിയപ്പോൾ അഹങ്കാരി എന്ന് പലരും പറഞ്ഞു. എന്നാൽ ആ അഹങ്കാരമാണ് തന്നെ ഇവിടെ എത്തിച്ചത്. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിന്റെ ലോഞ്ചിങ് ചടങ്ങിൽ അവതാരികയുടെ ചോദ്യത്തിന് സഞ്ജു സാംസൺ നൽകിയ മറുപടിയായിരുന്നു ഇത്. ടീം സെലക്ഷൻ സമയത്ത് സഞ്ജുവിനെ തഴയുന്നത് പലകുറി വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. 2025 ഏഷ്യ കപ്പ് ടീം സെലക്ഷൻ സമയത്തും ഇതേ ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്നു. സഞ്ജു ടീമിൽ ഇടം പിടിക്കുമോ അതോ ഇനിയും തഴയപ്പെടുമോ? ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ പ്രകടനം ശുഭ്മാൻ ഗില്ലിന് അനുകൂലമാകുമ്പോൾ ഇത് സഞ്ജുവിന്റെ സാധ്യതകൾ മങ്ങാൻ ഇടയാക്കുമോ എന്നത് ആശങ്കയുണ്ടാക്കി. ശുഭ്മാൻ ഗിൽ, സഞ്ജു സാംസൺ ഇവരിൽ ഒരാൾ മാത്രമേ ഏഷ്യ കപ്പിലേക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ഇടം നേടൂ എന്ന വാർത്തകളും വന്നിരുന്നു. എന്നാൽ അവിടെയാണ് ട്വിസ്റ്റ് ഉണ്ടായത്. ടെസ്റ്റ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും മലയാളി താരം സഞ്ജു സാംസണും ഇന്ത്യൻ ടീമിൽ. 15-അംഗ ഇന്ത്യൻ ടീമിനെ നയിക്കുക സൂര്യകുമാർ യാദവ്. സ്കൈയുടെ തന്ത്രങ്ങൾക്ക് പിന്തുണയുമായി വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്ത് ശുഭ്മാൻ ഗിൽ. ജസ്പ്രീത് ബുംറയുടെ തിരിച്ചുവരവായിരിക്കും ആരാധകരും കാത്തിരുന്ന മറ്റൊരു വാർത്ത. ജോലിഭാരം കണക്കിലെടുത്ത് 5 ടെസ്റ്റ് മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ 3-ൽ മാത്രമായിരുന്നു ബുംറ കളത്തിലിറങ്ങിയത്. എന്നാൽ അദ്ദേഹത്തെ ഏഷ്യൻ കപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയത് ആവേശത്തോടെയാണ് ആരാധകരും ഏറ്റെടുക്കുന്നത്. പേസർമാരുടെ കോട്ടയിലേക്ക് ബുംറയ്ക്കൊപ്പം അർഷദീപ് സിംഗും ഹർഷിത് റാണയും, സ്പിന്നർമാരായി കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി എന്നിവരെ ടീമിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഇംഗ്ലണ്ടിൽ തിളങ്ങിയ വാഷിംഗ്ടൺ സുന്ദരെ ബോർഡ് പരിഗണിച്ചില്ല. ഓൾറൗണ്ടർമാരായി ഹർദിക് പാണ്ഡ്യയും ശിവം ദുബെയും അക്സർ പട്ടേലും ടീമിലുണ്ട്.
സഞ്ജു ടീമിലുണ്ടെങ്കിലും വിക്കറ്റ് കീപ്പറായി ജിതേഷ് ശർമ്മയുടെ പേരാണ് ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ ആദ്യം പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ 9-നാണ് 2025 ഏഷ്യൻ കപ്പിന് ആരംഭം കുറിക്കുക. അബുദാബിയിലെ ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനും ഹോങ്കോങ്ങും തമ്മിൽ ഏറ്റുമുട്ടും. സെപ്റ്റംബർ 10-നാണ് ആതിഥേയരായ UAEക്കെതിരെ ഇന്ത്യ ഏഷ്യൻ കപ്പിലെ ആദ്യ പോരാട്ടത്തിനിറങ്ങുക. ആരാധകർ അക്ഷമരായി കാത്തിരിക്കുന്ന ചിരവൈരികളായ ഇന്ത്യ പാക് സൂപ്പർ പോരാട്ടം സെപ്റ്റംബർ 14-ന് ദുബായിലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലും അരങ്ങേറും. അപ്പോൾ ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ അവസാനിക്കുകയാണ്. ഇനി ഈ ലോകം ഈ ആഴ്ച അടുത്ത ബുധൻ ഓഗസ്റ്റ് 27-ന്. വീണ്ടും കാണും വരെ ഗുഡ് ബൈ ഫ്രം മേഘ്ന മുരളി. കീപ് വാച്ചിങ് 24.